ഇന്നലെ എന്താണ് നടന്നതെന്നാണ് പറയുന്നത്? 8 മണിയുടെ അമൃത വണ്ടിക്ക് വന്നിറങ്ങിയിട്ട് കക്ഷി വീട്ടിലേക്ക് പോയതാണ്. അപ്പം പുള്ളി മിക്കവാറും ടോർച്ച് ഉപയോഗിക്കാറില്ല, ഈ മൊബൈലിൻ്റെ വെട്ടത്തിലേക്കാണ് പോകാറ്. അങ്ങനെ സംഭവിച്ചായിരിക്കും. കാരണം ഇവിടെ ഒരു വെളിച്ചമുണ്ടെങ്കിൽ ഞാനേ കണ്ടേനെ. ഇത് വെളിച്ചമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു 6:30 ആകുമ്പം നേരെ ഇരുട്ടും, പകൽ കുറവാണ്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല കൂരാക്കുഞ്ഞ് ഇരുട്ടായി പോകും. അപ്പോൾ വെളിച്ചമില്ലാത്തതാണ് മെയിൻ പ്രശ്നം വഴിക്ക്. എവിടം വരെ ബസ് സർവീസ് ഉണ്ട്? ഗാർഡ് സ്റ്റേഷൻ്റെ അവിടം വരെ. ഉരുളൻതണ്ണിയിൽ നിന്ന് എത്ര ദൂരം ഉണ്ടായി ഈ എൽദോസിൻ്റെ വീട്? ജസ്റ്റ് 1 കിലോമീറ്റർ. ഈ 1 കിലോമീറ്റർ ദൂരം ഈ കാടിൻ്റെ നടുക്കൂടാണ് നടന്നു പോകുന്നത്. അതെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും ആവശ്യങ്ങളുണ്ടായിരുന്നു? മെയിനായിട്ട് വേണ്ടത് വഴിവിളക്ക് വേണം, ഫെൻസിങ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആന റോഡിലിറങ്ങില്ല, അപ്പുറം ഇപ്പുറം നിന്നുള്ളൂ. ഇപ്പം ഇവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നു തോന്നുന്നു, അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ. ഒരാഴ്ച പോലും നിലനിന്നില്ല ഇട്ടിട്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ബാജർമാരും ആരുമില്ല. ഈ വനത്തിക്കടെ മൊത്തം ഇത് ഇട്ടിട്ട് ഒരു മരക്കം പൊടിഞ്ഞ് വീണാൽ അത് പോകും. അത് കഴിഞ്ഞ് പിന്നെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ അതിനുള്ള ആരും ശ്രദ്ധിക്കാറില്ല. അതങ്ങനെ കിടന്ന് അങ്ങനെ പോയി. എൽദോസിനെ വളരെ വലിയൊരു ആക്രമണമാണ് ഉണ്ടായെന്ന് തോന്നുന്നു അല്ലേ? ദേഹമൊക്കെ ഛിന്ന ഭിന്നമായി എന്നാണ് പറയുന്നത്. പിന്നെ വലിച്ചു കീറി ചവിട്ടിക്കൂട്ടി നാശമാക്കി. എൽദോസ് എന്ത് ചെയ്യുന്ന ആളായിരുന്നു? പുള്ളി എന്തോ വെളിയിലൊക്കെ, ഇവിടെയെങ്കിലും വർക്കില്ല പുള്ളിക്ക്. പുള്ളി വെളിയിലൊക്കെ പോയി പണി ചെയ്തിട്ട് വരുന്ന ആളാണ്. മാസത്തിലും ഒക്കെ ഒന്ന് വരാറുള്ളൂ. ഇന്നലെ അങ്ങനെ വന്നാൽ വീട്ടിൽ പോകാനായിട്ട്. ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇടയ്ക്കല്ല, സ്ഥിരമുണ്ട് ഇതിനകത്ത്. മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. തൊട്ടാപ്പുറം പെണ്ണൂർക്കുടിയിൽ ഒരാളെ കൊന്നിട്ടുണ്ട്. ഇന്നലെ കളക്ടറൊക്കെ വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇന്ന് മുതൽ ഫെൻസിങ്ങിൻ്റെ വർക്ക് തുടങ്ങാം, വഴിവിളക്കിടാം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇവിടെ എത്ര പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ? അവിടെ കണാച്ചേരി 10-60 വീട്ടുകാരുള്ളതാണ്. ഇപ്പം ഈ ആനയെ പേടിച്ച് കുറേ പേരൊക്കെ മാറി അവിടുന്ന്. ഈ ആനശല്യം രൂക്ഷമായതുകൊണ്ടും പിന്നെ അവിടെ ഒരു 2018 ഉരുൾപൊട്ടുണ്ടായി. അത് എൻ്റെ പറമ്പിലേക്കാണ് വീണത്. ഞാനും അവിടെയായിരുന്നു, എൻ്റെ സ്ഥലമൊക്കെ അവിടെയാണ് കിടക്കുന്നത്. ആ ഉരുൾപൊട്ടുണ്ടായ അന്ന് അത്ഭുതകരമായിട്ടാണ് ഞങ്ങളൊക്കെ ജീവൻ കിട്ടി ഓടുക ചെയ്ത്. അതുകൂടി ഞാൻ ഈ നമ്മൾ കയറി വരുന്ന ആദ്യം കാണുന്ന ആ വീട് വാടകയ്ക്കെടുത്ത് അന്നും മുതൽ ഞാൻ അവിടെയാണ്, ഞാനും എൻ്റെ പിള്ളേരും. എൻ്റെ സ്ഥലമൊക്കെ അവിടെ കിടപ്പുണ്ട്. ആ ഉരുൾപൊട്ടോടു കൂടി പിന്നെ ഈ ആനശല്യവും കൂടി ആയിക്കഴിഞ്ഞപ്പം ജനങ്ങൾക്ക് പേടിയായി. അവരെല്ലാം, ഒരുവിധപ്പെട്ടവരെല്ലാം അവിടെ നിന്ന് മാറി. ഇന്നും വർഷമാകുമ്പോൾ പേടിയാണ് അവിടെ കിടക്കാൻ. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. അത് കഴിഞ്ഞിപ്പോൾ കുറേ എങ്ങും പോക്കടമില്ലാതെ കുറേ ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. 10-65 വീട്ടുകാരുണ്ടായിരുന്ന. എന്തായാലും ഫെൻസിങ്, ട്രഞ്ചിങ്, വഴികളൊക്കെ സ്ഥാപിച്ചാൽ കുറേ ആശ്വാസമാവും. മനുഷ്യന് ജീവൻ കളയാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നാൽ പോലും റോട്ടിൽ കയറില്ലല്ലോ, നടന്നു പോയി. കാരണം ഇവിടുന്ന് ഈ പ്രദേശം പണിയില്ല. ഇവിടെയുള്ള ആളുകളെല്ലാം കോതമംഗലത്തും അതിലെതിലൊക്കെ പോയി പണി ചെയ്തിട്ട് ലാസ്റ്റ് വണ്ടിക്കൊക്കെയാണ് വന്നത്. ഈ പറഞ്ഞ അമൃത വണ്ടിക്കും ഒക്കെയാണ് വരണത്. അവർ വന്ന് വീട്ടിലേക്ക് പോകണ്ടേ അവർക്ക്. അപ്പോൾ ചിലപ്പോൾ ടോർച്ച് ഉണ്ടാവില്ല കയ്യിൽ, ചിലപ്പോൾ മൊബൈലോ ഇതൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കണ പൂരം കാര്യം ആനയുണ്ടെന്നറിയാം, എങ്കിൽ പോലും ഇതിപ്പോൾ ഇങ്ങനെ വരുമെന്നറിഞ്ഞില്ലല്ലോ. ഇതൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്. അതേസമയത്ത് വഴിവിളക്കുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് കാണാം. ഇത് ചെറിയ സാധനമല്ല, വലിയ സാധനമല്ലേ. അപ്പോൾ അത് മെയിൻ പ്രശ്നം വെട്ടത്തിൻ്റെയാണ്.